The following data shows the daily wages of employees of a company. Calculate the mode. ഒരു കമ്പനിയിലെ 50 ജീവനക്കാരുടെ ദിവസവേതനത്തെ സൂചിപ്പിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതൊന്ന് നോക്കാം. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മോഡ് ഈക്വൽ ടു എൽ പ്ലസ് F1 minus F0 into C divided by 2F1 minus F0 minus F2. ഇനി ഇതിൽ പറയുന്ന ഓരോ വാല്യൂസും ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇപ്പോ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ഏറ്റവും കൂടിയ വില ഏതാണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണ്? 12. ഈ 12 ബിലോങ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് വിളിക്കുന്നത്. ഈ മോഡൽ ക്ലാസിന്റെ ലോവർ ബൗണ്ടാണ് എല്. ഇപ്പൊ എല് നമുക്ക് കിട്ടിയത് എത്രയാണ്? 300 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നേരെയുള്ള ഫ്രീക്വൻസി F1 ആണെങ്കിൽ F1ന് തൊട്ടു മേലെ എത്ര? 0. തൊട്ടു മുമ്പുള്ള നമ്പർ 0, അതിന് തൊട്ട് താഴെയുള്ളത് F1. ഇത് F1 ആണെങ്കിൽ F2. നോക്കൂ, F0, F1, F2. F1ന് തൊട്ട് മേലെ F0, F1ന് തൊട്ട് താഴെ F2. ഓക്കെ, ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനു മുമ്പായിട്ട് C കണ്ടുപിടിക്കണം. അപ്പൊ മോഡൽ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ ആണ് C. 300 to 350 ആവുമ്പോ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 50 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. L 300 plus F1 12 minus F0 8 into C class interval 50 divided by 2 into F1 12 minus F0 8 minus F2 10. Okay, values substitute ചെയ്തു കേട്ടോ. എന്നതിന് ശേഷം which is equal to 300 plus 12ൽ നിന്ന് 8 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 4 ഇൻറ്റു ബ്രാക്കറ്റിന്റെ വെളിയിൽ ആരുണ്ട്? 50 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 24 മൈനസ്. ഇവ നോക്കൂ, ഇത് രണ്ടും ഒരേ ചിഹ്നം. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് സൈൻ തന്നെ ഇടുക. സെയിം സൈൻ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരേ ചിഹ്നം. 10ഉം 8ഉം കൂടെ കൂട്ടുമ്പോ എത്ര? 18. വിച്ച് ഈസ് ഈക്വൽ ടു 300 പ്ലസ് 4 ഇൻറ്റു 50 200 ഡിവൈഡഡ് ബൈ 24ൽ നിന്ന് 18 മൈനസ് ചെയ്യുക. 24ൽ നിന്ന് 18 പോകുമ്പോ എത്ര വരും? 6. ദെൻ 200നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം കിട്ടുന്ന വാല്യൂ 33.33. മുമ്പിൽ ഒരു 300 ഉണ്ട്. ഇവ തമ്മിൽ കൂട്ടുക. കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ 333.33 എക്സെട്ര. ഇതാണ് മോഡ്. എ കാർ ട്രാവൽ ഫ്രം കൊച്ചി ടു കോട്ടയം അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 60 km/h and returns to Kochi at an average speed of 40 km/h. Calculate the average speed of the car on the whole journey. ഒരു കാറ് കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് 60 കിലോമീറ്റർ ശരാശരി വേഗതയിലും തിരികെ കൊച്ചിയിലേക്ക് 40 കിലോമീറ്റർ ശരാശരി വേഗതയിലും സഞ്ചരിക്കുന്നുവെങ്കിൽ ആ യാത്രയിലെ ശരാശരി വേഗത കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നോക്കൂ, സ്പീഡാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്, ഏത് ആവറേജ് ആണ് യൂസ് ചെയ്യുക? ഹാർമോണിക് മീൻ വേണം യൂസ് ചെയ്യാൻ. ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഹാർമോണിക് മീൻ ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ആണ് പഠിച്ചിരിക്കുന്ന ഫോർമുല. ഇവിടെ എക്സിന്റെ വാല്യൂസ് വേഗതകള് 60 km/h എന്നും 40 km/h എന്നും തന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എത്ര ഒബ്സർവേഷൻ? 2 ഒബ്സർവേഷൻ. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഹാർമോണിക് മീൻ ഈക്വൽ ടു n എത്ര ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്? 2 ഒബ്സർവേഷൻ ഉണ്ട്. ഡിവൈഡഡ് ബൈ 1/x. അപ്പൊ എക്സിന്റെ ആദ്യത്തെ വാല്യൂ എത്രയാണ്?
60 കിലോമീറ്റർ ആണ്. 1/x പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 1/40. ഇനി എന്ത് ചെയ്യാം? 2 ഡിവൈഡഡ് ബൈ 1/60 കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് 1/40 കാൽക്കുലേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. തന്ന നമ്പർ 0.042 ആണ്. 2 ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 47.61 സംതിങ് വരും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 48 km/h ആണ് ആൻസർ. 2 students A and B appeared for a class examination. The mean and standard deviation of mark of A are 35 and 5 respectively. The marks of student B are 32, 37, 40, 31 and 36. Calculate the coefficient of variation of mark of A and B. Second one, compare the consistency of marks of A and B. A, B എന്നീ രണ്ട് വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് പരീക്ഷ എഴുതി. എയുടെ മാർക്കിന്റെ ശരാശരി 35ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5ഉമാണ്. ബിയുടെ മാർക്കുകള് 32, 37, 40, 31, 36 എന്നിവയാണ്. എയുടെയും ബിയുടെയും മാർക്കുകളുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തത്, എയുടെയും ബിയുടെയും മാർക്കുകളുടെ സ്ഥിരത താരതമ്യം ചെയ്യുക. 1 by 1 ആയിട്ട് ചെയ്യാം. എ എന്നുള്ള സ്റ്റുഡന്റിന്റെ മീന് തന്നിട്ടുണ്ട് 35, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത് 5. ഇത് ക്ലിയർ ആണ്. ഇനി ബി സ്റ്റുഡന്റിന്റെ തന്നിരിക്കുന്നത് മാർക്കുകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. എത്രയൊക്കെയാ മാർക്കുകള്? 32, 37, 40, 31, 36 ഇത്രയും മാർക്സ് ആണ് തന്നിരിക്കുന്നത്. ഈ മാർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, മീൻ ഓഫ് ബി, ബിന്റെ മീന് എക്സ് ബാർ ആണ്. എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ എക്സ് ബൈ എൻ ആണ്. എക്സ് ബാറിന്റെ ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. അതായത് ഇവയെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 176 ഉത്തരം കിട്ടും. ഡിവൈഡഡ് ബൈ എൻ 1, 2, 3, 4, 5. 176നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35.2 ആണെന്ന് ഉത്തരം വരും. ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർമുല എന്താണ്? 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. അപ്പൊ നോക്കൂ, എക്സ് സ്ക്വയറിന്റെ സിഗ്മ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ ഓരോ വാല്യൂവും സ്ക്വയർ ചെയ്യണം. 32ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, 37ന്റെ സ്ക്വയർ, 40ന്റെ സ്ക്വയർ. സ്ക്വയർ പറഞ്ഞാല് 40 × 40 എത്രയാണോ കിട്ടുന്നത് അതാണ് കേട്ടോ. 31ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യും, 36ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യും. എന്നതിന് ശേഷം ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എന്നാണ് പറയുക. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് 6250 ആണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n എത്രയാണ്? 5 ആണ്. ഇൻറ്റു 6250 മൈനസ് എക്സ് ബാർ 35.2ന്റെ സ്ക്വയർ ആണ്. ഇനി 6250നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ന് 6250 എത്ര ടൈംസ് പോകും നോക്കുക. 1250 തവണ പോവും. മൈനസ് ഇതിന്റെ സ്ക്വയർ 35.2ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 3.31 ആണെന്ന് വരും. എന്നതിന് ശേഷം ബി സെറ്റിന്റെ മീന് എഴുതിയിടണോ. 35.2 ആണ് മീന്. ബി സ്റ്റുഡന്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.31 ആണ്. ഇപ്പൊ എ എന്നുള്ള സ്റ്റുഡന്റിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി, ബി എന്നുള്ള സ്റ്റുഡന്റിന്റെ മീനുമായി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയി. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ ആൻഡ് ബി. ഇപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല
സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് ഫോർമുല. അപ്പൊ എ എന്നുള്ള സ്റ്റുഡന്റിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിക്കണം, ബി എന്നുള്ള സ്റ്റുഡന്റിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ ഈക്വൽ ടു, നോക്കൂ, സിഗ്മ എ എന്നുള്ള സെറ്റിന്റെ സിഗ്മ എത്രയാ 5 ഡിവൈഡഡ് ബൈ മീൻ എത്രയാണ് 35 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 5 35 7 തവണ പോവും, 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസർ 14.28. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ബി സ്റ്റുഡന്റ് ഈക്വൽ ടു സിഗ്മ എന്താണ്, ബി സ്റ്റുഡന്റിന് സിഗ്മ 3.31 ഡിവൈഡഡ് ബൈ മീന് 35.2. സെയിം ഫോർമുലയാണ് കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു, ഈ നമ്പറിനെ 35.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.40 ആണ് ആൻസർ വരുന്നത്. ഇത്രയും ഭാഗമായി കഴിഞ്ഞാല് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി അതിൽ സെക്കൻഡ് പാർട്ട് പറയുന്നത് കൺസിസ്റ്റൻസി കമ്പയർ ചെയ്യാനാണ്. ഈ രണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുക. ആരുടെ വാല്യൂ ആണോ ചെറുത് ആ സ്റ്റുഡന്റിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ. ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ ഏതാണ്, ബി സ്റ്റുഡന്റിന്റെ വാല്യൂ ആണ്. അപ്പൊ എന്തെന്ന് എഴുതും നമ്മൾ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ബി ഈസ് ലെസ് ദാൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ. അപ്പോ ഏതിന് നേർക്കാണോ അത് തുറന്നിരിക്കുന്നത് അതാണ് വലുത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടെ 9.4 ആണ്, ഈ എന്റെ വാല്യൂ 14.28 ആണ്, കുറവ് 9.4. ബി ഈസ് മോർ കൺസിസ്റ്റന്റ്, ചെറിയ വാല്യൂവിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ. ഓക്കെ, A and B are two mutually exclusive events with the probability of A equal to 0.3 and probability of B equal to 0.5. Then probability of A and B is, അതായത് എ ബി എന്നിവ രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകളാണ്. നോക്കൂ, മലയാളത്തിൽ എഴുതുന്നവർ ശ്രദ്ധിക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ ആൻഡ് ബി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഈവന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ദെൻ അതിന് താഴെയായിട്ട് പ്രോബബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ എ സ്കൂൾ ദർ ആർ 240 സ്റ്റുഡൻസ് of which 180 students study physics and 70 students study Hindi. 30 students study both. A student is selected at random. Calculate the following probabilities. ഇതിന്റെ മലയാളം വേർഷൻ, ഒരു സ്കൂളില് 240 കുട്ടികളുണ്ട്. ടീച്ചർ ഇവിടെ തന്നെ എഴുതണു, ടോട്ടലി 240 കുട്ടികളാണുള്ളത്. ഇതില് 180 കുട്ടികള് ഫിസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് സ്റ്റഡിയും ഫിസിക്സ് പഠിക്കുന്ന കുട്ടികള് 180 പേരാണ്. എത്ര പേരില്? 240 പേരില്. 70 കുട്ടികൾ ഹിന്ദിയും 30 കുട്ടികൾ രണ്ടും പഠിക്കുന്നു. അപ്പൊ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് സ്റ്റഡിയിങ് ഹിന്ദി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 70 എണ്ണമാണ് ഔട്ട് ഓഫ് എത്രയില്? 240 എണ്ണത്തില്. ഇനി 30 കുട്ടികൾ രണ്ടും പഠിക്കുന്നു പറയുമ്പോ പ്രോബബിലിറ്റി ഓഫ് ഫിസിക്സും പഠിക്കുന്നു ആൻഡ് എന്തും പഠിക്കുന്നു, ഹിന്ദിയും പഠിക്കുന്നു. എത്ര പേര്? 30 പേര്. ഔട്ട് ഓഫ് എത്രയില്? 240. ഇനി ആൻഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താ? ഇന്റർസെക്ഷൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവ കണ്ടുപിടിക്കണം കേട്ടോ. ഇപ്പൊ ടീച്ചർ ബോർഡിൽ വൃത്തിയായി എഴുതട്ടെ. ഇതിൽ ആദ്യത്തെ ചോദ്യം, സ്റ്റുഡന്റ് സ്റ്റഡീസ് ഫിസിക്സ് ഓർ ഹിന്ദി. ഓർ എന്ന് പറയുമ്പോൾ നൊട്ടേഷൻ എങ്ങനെ യൂസ് ചെയ്തത്? പ്രോബബിലിറ്റി ഓഫ് ഫിസിക്സിനെ പി ആയിട്ട് എടുത്തു, ഓർ ഹിന്ദിക്ക് H ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ലെറ്റർ. അപ്പോ ഫിസിക്സ് അല്ലെങ്കിൽ ഹിന്ദി, ഓറിന് നമ്മൾ എടുത്തിരിക്കുന്ന നൊട്ടേഷൻ പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ
പി യൂണിയൻ എച്ച്. എങ്ങനെയാണ് അഡീഷൻ തിയറം പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് പി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി ഇന്റർസെക്ഷൻ എച്ച്, which is equal to probability of P 180 divided by 240 plus probability of H 70 divided by 240 minus 30 divided by 240. നോക്കൂ, ഡിനോമിനേറ്റർ സെയിം ആണ്. കോമൺ ആയിട്ട് 240 എഴുതാം. 180 പ്ലസ് 70 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 180ഉം 70ഉം കൂടെ കൂട്ടുക. ആ കിട്ടുന്നതിൽ നിന്ന് 30 മൈനസ് ചെയ്യുക. 220/240. ഈ നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.917. Second one, student studies neither physics nor Hindi. Probability of സ്റ്റുഡന്റ് ഫിസിക്സും പഠിക്കാൻ പാടില്ല ആൻഡ് എന്തും പഠിക്കാൻ പാടില്ല, ഹിന്ദിയും പഠിക്കാൻ പാടില്ല. നെഗറ്റീവ് മീനിങ് വരുന്നതിന് നമ്മൾ ഡാഷ് ആണ് യൂസ് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് പി ഡാഷ് ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ എച്ച് ഡാഷ്. ദെൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പി ഡാഷ് ഇന്റർസെക്ഷൻ എച്ച് ഡാഷിനുള്ള നൊട്ടേഷൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി യൂണിയൻ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി യൂണിയൻ എച്ച്. നമ്മളിപ്പോ കണ്ടുപിടിച്ചു വെച്ചു 0.917. ഇതിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യുക. 0.083 ആണ് ആൻസർ. ദെൻ ലാസ്റ്റ് വൺ, ദ സ്റ്റുഡന്റ് സ്റ്റഡീസ് ഫിസിക്സ് ബട്ട് നോട്ട് ഹിന്ദി. പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡന്റ് സ്റ്റഡി ഫിസിക്സ് സ്റ്റഡി ചെയ്യണം ബട്ട് നോട്ട് ഹിന്ദി. ഹിന്ദി പഠിക്കാൻ പാടില്ല. നെഗറ്റീവ് മീനിങ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡാഷ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. എ സംഭവിക്കണം, ബി നോട്ട് ബി എന്ന് പറഞ്ഞാല് ബി സംഭവിക്കാൻ പാടില്ല. അപ്പൊ എ ആൻഡിന് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇന്റർസെക്ഷൻ. നോട്ട് ബി നെഗറ്റീവ് മീനിങ് പറയുമ്പോൾ എന്താ ചെയ്യുക? ഡാഷ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഫോർമുല. അപ്പൊ നോക്കൂ, ഇവിടെ എന്റെ പ്ലേസിൽ പി എന്നും ബിന്റെ പ്ലേസിൽ എച്ചും ആണ് ഉള്ളത്. അപ്പൊ ഈ ഫോർമുല ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. പ്രോബബിലിറ്റി ഓഫ് പി ആൻഡിന് ഇന്റർസെക്ഷൻ ഇട്ടു എച്ച് ഡാഷ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എന്റെ പ്ലേസിൽ പി ആണ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി ഇന്റർസെക്ഷൻ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് പി എത്രയാ? 180/240 മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി ഇന്റർസെക്ഷൻ എച്ച് 30/240. ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 240 താഴെ എഴുതി 180ൽ നിന്ന് 30 മൈനസ് ചെയ്യണം. ഇപ്പൊ 150 കിട്ടും ഡിവൈഡഡ് ബൈ 240. 150നെ 240 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.625 ആണ് ആൻസർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് ഏത് പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ പ്രോബബിലിറ്റിയിൽ കിട്ടുന്ന ആൻസർ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം കിടക്കേണ്ടത്. ഇനി 0 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എങ്കിൽ ഇതിനെ പറയുന്ന പേര് ഇംപോസിബിൾ ഈവന്റ് എന്നാണ് പറയുക. ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. സംഭവിക്കാത്തതിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഇനി കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ എന്താണ്? ഷുവർ ഈവന്റ് ആയിരിക്കും. പ്രോബബിലിറ്റി 1 ആണ് കിട്ടുന്നതെങ്കിൽ ഷുവർ ഈവന്റും, 0 ആണ് കിട്ടുന്നതെങ്കിൽ ഇംപോസിബിൾ ഈവന്റ്. ഓക്കെ, ഇപ്പൊ 2019 ജൂലൈയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഈ 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. If you like the video, please subscribe and press the bell icon.